ലോഗോസ് ക്വിസ് 2026 പഴയ നിയമ പുസ്തകത്തിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് റൂത്തിന്റെ പുസ്തകം. 4 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കുവാനായി തന്നിരിക്കുന്നത്. യഹൂദവംശജ അല്ലാത്തവളും മൊവാബിയുമായ റൂത്ത് വിശ്വസ്തതയും സുഹൃദിനിയും ആയതിനാൽ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചത് എപ്രകാരം എന്നതാണ് ഈ 4 അധ്യായങ്ങളിലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. വിശ്വസ്തതയ്ക്ക് തന്നെ ഒരു മാതൃകയായി തീർന്ന റൂത്ത് അതുവഴി ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ട ചരിത്രമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിന്റെ സൂചന നമുക്ക് കാണിച്ചു തരുന്ന പുസ്തകമാണ് റൂത്തിന്റെ പുസ്തകം. ലോഗോസ് ക്വിസ് 2026 റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും 4 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കുവാനായി തന്നിരിക്കുന്നത്. ഈ 4 അധ്യായങ്ങളിലെയും വചനഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള POC ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാം. ചോദ്യം 1. ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ഉത്തരം ന്യായാധിപന്മാരുടെ. ചോദ്യം 2. മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തത് ആരാണ്? ഉത്തരം യൂദായിലെ ഒരു ബത്ലഹേംകാരൻ എലീമേലെക്ക്. ചോദ്യം 3. നവോമിയുടെ പുത്രന്മാരുടെ പേരെന്ത്? ഉത്തരം മഹ്ലോൻ, കിലിയോൻ. ചോദ്യം 4. അവർ യൂദായിലെ ബത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു? പൂരിപ്പിക്കുക. ഉത്തരം എഫ്രാത്യർ. നമുക്ക് ആ വചനം ശ്രവിക്കാം. അവർ യൂദായിലെ ബത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. ചോദ്യം 5. എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. ചോദ്യം 6. ആരാണ് അമ്മായി അമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത്? ഉത്തരം ഓർഫ. ചോദ്യം 7. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് നവോമി പറയുന്നത്? ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. ചോദ്യം 8. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? ഉത്തരം പട്ടണം മുഴുവൻ. ചോദ്യം 9. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്? ഉത്തരം മാറ. ചോദ്യം 10. നവോമി എന്ന വാക്കിന് അർത്ഥമെന്ത്? ഉത്തരം സന്തുഷ്ട. ചോദ്യം 11. എപ്പോഴാണ് നവോമിയും റൂത്തും ബത്ലഹേമിൽ എത്തിയത്? ഉത്തരം ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 12. കർത്താവിന്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം നവോമി. ചോദ്യം 13. നവോമിയുടെ ഭർതൃഗൃഹത്തിൽ ഉണ്ടായിരുന്ന ധനികൻ ആര്? ഉത്തരം ബോവാസ്. ചോദ്യം 14. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? ഉത്തരം എലീമേലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിൽ. ചോദ്യം 15. ബോവാസ് എന്ത് പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് നിങ്ങളോട് കൂടെ. ചോദ്യം 16. കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തത് എങ്ങനെ? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 17. കൊയ്ത്തുകാരുടെ മേൽ നോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ഉത്തരം ആരാണ് ഈ യുവതി? ചോദ്യം 18. കാല പറക്കിയത് മെതിച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു? ഉത്തരം ഒരു ഏഫ ബാർലി. ചോദ്യം 19. വിളവെടുപ്പ് കഴിയുന്നത് വരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാല പറക്കിയത്? ഉത്തരം ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. ചോദ്യം 20. നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബിയ സ്ത്രീയാണിവൾ എന്ന് മറുപടി നൽകിയത് ആരാണ്? ഉത്തരം ഭൃത്യൻ. ചോദ്യം 21. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? ഉത്തരം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. ചോദ്യം 22. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്? ഉത്തരം വീഞ്ഞിൽ മുക്കി. ചോദ്യം 23. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഉത്തരം അമ്മായി അമ്മയെ. ചോദ്യം 24. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം നവോമി റൂത്തിനോട്. ചോദ്യം 25. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ
ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? ഉത്തരം ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ. ചോദ്യം 26. ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തത്? ഉത്തരം 6. ചോദ്യം 27. കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. ആരാണ് പറഞ്ഞത്? ഉത്തരം നവോമി. ചോദ്യം 28. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്? ഉത്തരം കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. ചോദ്യം 29. അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടിയുണർന്നപ്പോൾ കണ്ടത് എന്താണ്? ഉത്തരം കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. ചോദ്യം 30. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്. പൂരിപ്പിക്കുക. ഉത്തരം ഔദാര്യം. വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ്. ചോദ്യം 31. ആരാണ് കാര്യം തീരുമാനിക്കുന്നത് വരെ അടങ്ങിയിരിക്കുകയില്ലാത്തത്? ഉത്തരം ബോവാസ്. ചോദ്യം 32. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? ഉത്തരം ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തന്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ചോദ്യം 33. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാം? ഉത്തരം റാഹേൽ, ലേയ. ചോദ്യം 34. ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? ഉത്തരം എഫ്രാത്തയിൽ. ചോദ്യം 35. ബോവാസ് എവിടെ പ്രസിദ്ധരാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? ഉത്തരം ബെത്ലഹേമിൽ. ചോദ്യം 36. റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടത് ആര്? ഉത്തരം അയൽക്കാരായ സ്ത്രീകൾ. ചോദ്യം 37. ഹെബ്രോന്റെ പിതാവിന്റെ പേര് എന്ത്? ഉത്തരം പേരസ്. ചോദ്യം 38. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ബന്ധു ബോവാസിനോട്. ചോദ്യം 39. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചുകൊണ്ടുവന്നത്? ഉത്തരം ശ്രേഷ്ഠന്മാരായ 10 പേരെ. ചോദ്യം 40. ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ആരൊക്കെയാണ് സാക്ഷികൾ? ഉത്തരം ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ചോദ്യം 41. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെ പോലെ ആകട്ടെ എന്നാണ് സാക്ഷികൾ പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ. ലോഗോസ് ക്വിസ് 2026 ബൈബിൾ ക്വിസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് POC ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വിസ് വീഡിയോസ് ലോഗോസ് ക്വിസ് 2026 വചനം എന്നിവ ശ്രവിക്കുന്നതിനും പഠിക്കുന്നതിനുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.